നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് AI കൊണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. AI കൊണ്ട് നമുക്ക് ചാറ്റുകൾ ചെയ്യാൻ സാധിക്കും, ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ AI കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് അത് പാട്ടാക്കി തരുന്ന ഒരു AI സൗകര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ അധികവും AI ക്രിയേറ്റ് ചെയ്തതായിരുന്നു. അത് വെച്ചിട്ടാണ് പല ആളുകളും ആശംസകളും അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് പാട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി സ്റ്റുഡിയോയിൽ പോയി പണം കൊടുത്ത് ഇത്തരത്തിൽ നിങ്ങൾക്ക് പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള വരികൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീമെയിലിലോ മെയിലിലോ വേണ്ടിയിട്ടുള്ള പാട്ടുകൾ എഴുതി തരും, പാട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് തരും. അത്തരത്തിലുള്ള സൗകര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് AI പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആപ്പ് ഏതാണെന്ന് ഞാൻ വീഡിയോക്ക് അവസാനം കാണിക്കാം. അതുകൊണ്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ആദ്യം നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനോട് ഇവിടെ ക്രിയേറ്റ് ഫ്രീ അക്കൗണ്ട് എന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മെയിൽ ID യോ ഫോൺ നമ്പറോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ മെയിൽ ID സെലക്ട് ചെയ്തുകൊണ്ട് ഞാനത് ലോഗിൻ ചെയ്യാണ്. മെയിൽ ID സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. പാസ്വേഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിനകത്ത് ഓൾറെഡി ലോഗിൻ ചെയ്ത മെയിൽ ID ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു മധ്യഭാഗത്ത് റെഡ് ബട്ടൺ മ്യൂസിക്കിൻ്റെ ചിഹ്നം കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ സോങ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും വരികളൊക്കെ എഴുതി കൊടുക്കാം. ഞാൻ ജസ്റ്റ് കുറച്ച് വരികൾ ടൈപ്പ് ചെയ്യാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നതിന് വേണ്ടി ജസ്റ്റ് കുറച്ച് വരികൾ മാത്രം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാട്ട് രീതിയിൽ വേണമെന്നില്ല, ജസ്റ്റ് എന്ത് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താലും, ജസ്റ്റ് പാരഗ്രാഫോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ലിറിക്സ് അറിയുന്നുണ്ടെങ്കിൽ നല്ല കൃത്യമായി വരികൾ എഴുതി കൊടുത്താലും മതി. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും ഇത് പാട്ടാക്കി തരും. ചെറിയൊരു വരികൾ മാത്രം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിലിൻ്റെതോ അല്ലെങ്കിൽ മെയിൽ വോയിസോ വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും താഴെ ലിറിക്സുകളും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് അതൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പാട്ടിനെക്കുറിച്ച് പ്രത്യേകിച്ച് അതിൻ്റെ സെറ്റിങ്സുകളെ കുറിച്ച് അറിയാത്ത ആളുകൾ ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ നിങ്ങൾക്ക് ജസ്റ്റ് ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ എഴുതിയ വരികൾ ജസ്റ്റ് പാട്ടാക്കി തരുന്നത് കാണാൻ സാധിക്കും. ഞാൻ കൊടുത്ത വരികളിലെ പാട്ട് ഉപയോഗിച്ച് ഇവിടെ കാണാൻ സാധിക്കും 4 വരികളുണ്ട്. പക്ഷേ ഇതിൽ 2 രീതിയിലുള്ള പാട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീമിയം വേർഷൻ, അതായത് പണം കൊടുത്ത് ഈ ആപ്പ് വാങ്ങണം. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ ആദ്യത്തിൽ 2 കാണുന്നത് ഫ്രീ ആയിട്ടുള്ളതാണ്. അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യത്തതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പ്രണയമേ നീ അറിയുന്നുവോ എൻ ഹൃദയം എത്രമേൽ നിന്നെ സ്നേഹിച്ചതെന്ന് നീ പോയ ദിവസത്തിൻ പിന്നാലെ കവാടം നോക്കി ഞാൻ നിൽക്കും. എത്ര മനോഹരമായിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വെറുതെ 2-3 വരികളങ്ങ് എഴുതി കൊടുത്താണ്. എത്ര മനോഹരമായിട്ടാണ് ആ പാട്ട് പാടിത്തന്ന് നോക്കുക. ഇനി രണ്ടാമത്തെ ഒരു വോയിസ് കൊണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്താണ്, ചിലപ്പോൾ അത് ഫീമെയിൽ ആയിരിക്കും. ഞാനത് കേട്ട് നോക്കിയിട്ടില്ല, ഞാനത് കേൾപ്പിച്ച് തരാം. നമുക്കൊന്ന് കൂടി കേൾക്കാവുന്നതാണ്. പ്രണയമേ നീ അറിയുന്നുവോ എൻ ഹൃദയം എത്രമേൽ നിന്നെ സ്നേഹിച്ചതെന്ന് നീ പോയ ദിവസത്തിന് പിന്നാലെ കവാടം നോക്കി. അപ്പം ഇത് ഫീമെയിൽ വോയിസ് അല്ല, ഒന്ന് സ്പീഡ് കൂടിയത് ഒന്ന് സ്പീഡ് കുറഞ്ഞായിട്ടുള്ള 2 വോയിസാണ്. ഈ 2 വോയിസ് കൂടെ താഴത്തുണ്ട്. ചിലപ്പോൾ അത് ഫീമെയിൽ വോയിസ് ആയിരിക്കും. പക്ഷേ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്പ് പണം കൊടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വളരെ ഈസി ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത 3-4 വരികൾ മനോഹരമായ രീതിയിൽ പാട്ട് കേൾപ്പിച്ചെന്നു. ഞാൻ കൂടെ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ലിമിറ്റ് ഉണ്ടാകും ഈ ഒരു ആപ്പിനകത്ത് ഫ്രീ ആയിട്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ചിലപ്പം 5, 6, 10 പാട്ടുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൽ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് നിങ്ങൾ പണം കൊടുത്ത് വാങ്ങേണ്ടി വരും.
അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടത് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്പാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇനി ആപ്പ് ഏതാണെന്ന് കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. സുനോ AI മ്യൂസിക് എന്നാണ് ആപ്പിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. സുനോ AI മ്യൂസിക് എന്നുള്ള ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര മനോഹരമായിട്ട് എഴുതി കൊടുത്ത വരികൾ വളരെ ഈസി ആയിട്ട് നല്ല പാട്ടാക്കി തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.